ഏവർക്കും നമസ്കാരം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ എന്ന് അറിയപ്പെടുന്നത്. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്ന് പുരാതന കാലം മുതൽക്കേ വിശ്വാസമുണ്ട്. അന്ന് പാവപ്പെട്ടവർക്ക് ദാനാദി കർമ്മങ്ങൾ നടത്തുന്നത് പുണ്യമായി പലരും കരുതുന്നു. വിഷ്ണു അവതാരങ്ങളായ പരശുരാമൻ, ബലഭദ്രൻ എന്നിവർ ജനിച്ച ദിവസം കൂടിയാണ് ഇന്ന്, അതായത് അക്ഷയ തൃതീയ നാളിലാണെന്ന് കരുതപ്പെടുന്നു. അതിനാൽ പരശുരാമ ജയന്തി, ബലഭദ്ര ജയന്തി അഥവാ കർഷകരുടെ പുണ്യ ദിവസം എന്നൊക്കെ പ്രാദേശികമായി പല പേരുകളിലും അറിയപ്പെടാറുണ്ട്. കേരളത്തിലെ നമ്പൂതിരി ഗൃഹങ്ങളിൽ അന്നേ ദിവസം അന്തർജനങ്ങൾ കുട, വടി, ചെരുപ്പ്, വിശറി, പണം തുടങ്ങിയവ ദാനം ചെയ്തിട്ടേ ജലപാനം ചെയ്യുകയുള്ളൂ. ഗുരുവായൂർ ക്ഷേത്രത്തിലും ഇന്നേ ദിവസം പ്രാധാന്യമർഹിക്കുന്നു. ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് അന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദർശനം. ലക്ഷ്മി നാരായണ പ്രാധാന്യമുള്ള എറണാകുളത്തെ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിലും കൊരട്ടി മുള്ളവള്ളിക്കാവ് ദേവീക്ഷേത്രത്തിലും അന്നേ ദിവസം വിശേഷമാണ്. ജൈനമത വിശ്വാസികളും അക്ഷയ തൃതീയ നാൾ ഒരു പുണ്യ ദിവസമായി കരുതുന്നു. പരാശക്തിയുടെ വിവിധ ഭാവങ്ങളായ അന്നപൂർണേശ്വരി, മാതങ്കി എന്നിവരുടെ അവതാര ദിവസം കൂടിയാണ് അക്ഷയ തൃതീയ. അതിനാൽ അന്ന് ഭഗവതി ക്ഷേത്രങ്ങളിലും വീടുകളിലും സമൃദ്ധിക്കായി അന്നപൂർണേശ്വരിയെ ആരാധിക്കുകയും ദാനധർമ്മങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. ആഹാരം നൽകുന്ന ഭഗവതിയാണ് അന്നപൂർണേശ്വരി. ഇത് ശ്രീ പാർവതിയുടെ സവിശേഷ രൂപം കൂടിയാണെന്ന് പുരാണങ്ങളിൽ പരാമർശിക്കുന്നു. വിഷ്ണുധർമ്മ സൂത്രത്തിലാണ് അക്ഷയ തൃതീയയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശം കാണുന്നത്. അന്ന് ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തുന്ന ശേഷം ദാനം ചെയ്യുകയും വേണമെന്ന് അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സർവഭാവ മോചനമാണ് ഫലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും, അതായത് നശിക്കുകയില്ല. മത്സ്യപുരാണത്തിലും നാരദീയ പുരാണത്തിലും അക്ഷയ തൃതീയയെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. ഭവിഷ്യോത്തരത്തിലും അന്ന് ചെയ്യപ്പെടുന്ന സ്നാനം, ദാനം, ജപം, ഹോമം, സ്വാധ്യായം, പിതൃതർപ്പണം എന്നീ കർമ്മങ്ങൾ അക്ഷയഫലപ്രദമാണെന്ന് പറഞ്ഞിരിക്കുന്നു. അന്നാണ് കൃതയുഗം ആരംഭിച്ചിട്ടുള്ളത് എന്നും അത് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയം അകാലയാണെന്നും ആ തിഥിക്ക് അക്ഷയ തൃതീയ എന്ന പേരുണ്ടായി എന്നും മേൽ പറഞ്ഞതിൽ ഉദ്ധരിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് സ്നാനം, ദാനം, തപോഹോമ, സ്വാധ്യായ, പിതൃതർപ്പണം യദസ്യാം ക്രിയതേ കിഞ്ചിത് സർവം സ്യാത്യാദിഹാക്ഷയം അദൗ കൃതയുഗേസ്യേയം യുഗാദിസ്തേന കഥ്യതേ അസ്യാം തിഥൗ ക്ഷയമുപതി ഹുദം ന ദത്തം തേനാക്ഷയാച്ച മുനിഭിः കഥിതാ തൃതീയ. ഇത് ഭവിഷ്യോത്തരം എന്ന അതിൽ പ്രതിപാദിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥവും പറഞ്ഞിട്ടുണ്ട്. വർഷത്തിലെ ഏറ്റവും ആദരണീയങ്ങളായ തിഥികളിൽ അക്ഷയ തൃതീയ ഉൾപ്പെടുന്നു. ദേവന്മാർക്ക് പോലും ഇത് വന്ദനീയമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് യവം കൊണ്ട് ഹോമം നടത്തുകയും വിഷ്ണുവിന് അർച്ചിക്കുകയും ദ്വിജാതികൾക്ക് യവം ദാനം ചെയ്യുകയും ശിവൻ, ഭഗീരഥൻ മുതലായവരെയും ഗംഗ, കൈലാസം എന്നിവയെയും പൂജിക്കുകയും ചെയ്യണമെന്ന് ബ്രഹ്മപുരാണത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വരൾച്ചയിൽ വേവുന്ന ഭൂമിക്ക് സ്വാന്തന സ്പർശമായി ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാദേവി സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയത് അക്ഷയ തൃതീയ ദിനത്തിലാണെന്നും വിശ്വസിക്കുന്നു. ഭൂമിയിൽ സമസ്ത ഐശ്വര്യവും പകർന്നു നൽകിയ ഗംഗാദേവിയുടെ ആഗമന ദിനത്തിനു മഹത്വം അന്നു മുതൽ കൽപ്പിച്ചു പോരുന്നതാണ്. പരശുരാമൻ ജനിച്ചത് അക്ഷയ തൃതീയയിലാകയാൽ ആ ദിവസം പരശുരാമ രൂപമുണ്ടാക്കി പൂജിക്കുന്ന സമ്പ്രദായം ഭാരതത്തിൽ ഉടനീളമുണ്ട്. അക്ഷയ തൃതീയയ്ക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും തന്നെ വിശേഷാൽ പൂജകൾ നടക്കാറുണ്ട്. അക്ഷയ എന്ന വിശേഷണം ചില പ്രത്യേക വിശ്വാസങ്ങളെ ആധാരമാക്കി ചതുർത്ഥി, സപ്തമി, അമാവാസി തുടങ്ങിയ തിഥികളോട് ചേർത്ത് പ്രയോഗിക്കാറുമുണ്ട്.
ചൊവ്വാഴ്ചയും ശുക്ലചതുർത്ഥിയും കൂടിയത് അക്ഷയ ചതുർത്ഥിയും ഞായറാഴ്ചയും കർത്തവാവും ചേർന്നത് അക്ഷയ അമാവാസിയുമായി കരുതിപ്പോരുന്നു. ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളുടെ ഫലം ക്ഷയമില്ലാത്തതാണെന്ന സങ്കല്പമാണ് ഈ സംജ്ഞകൾക്ക് ആസ്പദവും. കലിയുഗം ഉൾപ്പെടെ 4 യുഗങ്ങളും ആരംഭിച്ചത് മേടമാസത്തിലാണ്. 9 ഗ്രഹങ്ങളും മേടരാശിയിൽ വന്ന് അന്നു മുതൽ യുഗാദി എന്നാണ് വിശ്വാസം. ഇത് സംഭവിക്കുന്നത് മേടമാസത്തിലെ അമാവാസിക്കാണ്. 3-ാം ദിനം തൃതീയ ശിവമൗലിയിലെ ചന്ദ്രകല ചക്രവാളത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ദിനമാണ്. ഈ ദിവസം ആത്മകാരകനായ സൂര്യനും മനക്കാരകനായ ചന്ദ്രനും ഉച്ചത്തിലായിരിക്കും. പുണ്യം ക്ഷയിക്കുകയില്ല എന്ന് കരുതപ്പെടുന്നതാണ് അക്ഷയതൃതീയ ദിനം. ദേവദേവനായ മഹാദേവൻ സ്വർണ്ണാകർഷണ ഭൈരവനായി നിന്നുകൊണ്ട് ശ്രീ മഹാലക്ഷ്മിക്കും കുബേരനും സ്വർണം, ധനം, ധാന്യം മുതലായവ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്ന ദിവസമായിട്ടും അക്ഷയതൃതീയ ദിവസത്തെ കാണുന്നു. ഈ ദിവസം സ്വർണ്ണാകർഷണ ഭൈരവ പൂജയും കുബേര ലക്ഷ്മി പൂജയും നടത്തുകയാണ് വേണ്ടത്. മാത്രമല്ല ദാനം നൽകുകയും ദാനം സ്വീകരിക്കുകയും വേണം. അക്ഷയ തൃതീയ നാളിൽ ചെയ്യുന്ന ദാനാദി കർമ്മങ്ങളുടെ ഫലം ക്ഷയിക്കില്ല. അങ്ങനെയുള്ള ദിവസമാണ് തെറ്റിദ്ധരിപ്പിച്ച് പണവും സ്വർണവും കൊടുത്ത് സ്വർണം വാങ്ങുന്നത്. കഴിയുന്നത്ര അന്നദാനം നടത്തുക, മതിവരുവോളം വിശക്കുന്നവൻ്റെ വയർ നിറയ്ക്കുക, വൃദ്ധർക്കും ഗുരുവിനും കുട, ചെരുപ്പ് ഇവ ദാനം ചെയ്യുക, വിദ്യാർത്ഥികൾക്ക് ഗ്രന്ഥം, എഴുത്താണി അതായത് പേന, വസ്ത്രം ഇവ ദാനം ചെയ്യുക. ഇതുവഴി നേടുന്ന പുണ്യം ഒരിക്കലും ക്ഷയിക്കുകയില്ല. ശുഭകാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഉത്തമമായ മാസമാണ് വൈശാഖ മാസം. അക്ഷയ എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നാണ് അർത്ഥം. വൈശാഖ മാസത്തിൻ്റെ 3-ാം നാളിൽ വരുന്ന അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഒരിക്കലും ക്ഷയിക്കില്ല എന്നാണ് വിശ്വാസം. അന്ന് ദാനാദി ധർമ്മങ്ങൾ നടത്തുകയും പുണ്യമായി കരുതി വരുന്ന ദിവസമാണ്. അക്ഷയ തൃതീയ ജപഹോമ പിതൃതർപ്പണത്തിന് പറ്റിയ ദിനമെന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ നാളിൽ ഉപവസിക്കുകയും വിഷ്ണുവിന് അന്നം നിവേദിക്കുകയും പിന്നീട് അതുകൊണ്ട് അഗ്നിയെ പ്രീതിപ്പെടുത്തിയ ശേഷം ദാനം ചെയ്യണമെന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. സർവഭാവ മോചനമാണ് ഫലം. അന്നേ ദിവസം നേടുന്ന പുണ്യം അക്ഷയമായിരിക്കും. മത്സ്യപുരാണത്തിലും അക്ഷയ തൃതീയയെപ്പറ്റി പരാമർശിക്കുന്നുണ്ട്. അക്ഷയ എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തതാണ് എന്നാണ് അർത്ഥം. ഒരിക്കലും നശിക്കാത്ത ആത്മബോധം നേടാനാണ് ശ്രമിക്കേണ്ടത്. അതിന് സ്വർണം വാങ്ങി കൂട്ടുകയല്ല, ദാനം നൽകുകയാണ് വേണ്ടത്. സ്വാർത്ഥത കൈവെടിഞ്ഞ് ഞാനെന്ന അഹങ്കാരത്തെ വെടിഞ്ഞ് ആത്മബോധം നേടാൻ പരിശ്രമിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അക്ഷയ തൃതീയയെപ്പറ്റിയുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരും വരെ നന്ദി, നമസ്കാരം.